Ready? കുഞ്ഞോ കുഞ്ഞോ പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ന് കയറിയതേ ഉള്ളൂ. ഇന്ന് മോനിക്കുട്ടന് സ്കൂളുണ്ടായിരുന്നുകൊണ്ട് ട്യൂഷന് പോയേക്കോട്ടെ. വൈകുന്നേരം ട്യൂഷൻ ഇല്ലാത്ത സ്കൂളില്ലാത്തപ്പം രാവിലെ ട്യൂഷൻ, സ്കൂളുള്ളപ്പം വൈകുന്നേരം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങോട്ട് പോരുന്നു. ഇനി മോനിക്കുട്ടനെ ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുളിച്ചിട്ട് മോനിക്കുട്ടനെ പോയി വിളിക്കാമെന്ന് ഓർത്താണ്. ചിലപ്പോൾ അതിന് മുമ്പേ, ചിലപ്പോൾ ഡ്രസ്സ് മാറുന്നതിന് മുമ്പേ, ചിലപ്പോൾ അങ്ങ് പോകും സമയമാകുവാണ്. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആൾ തന്നെയാണ്. പുള്ളിക്കാരി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാള് യാദൃച്ഛികമായിട്ട് അവിടെ എന്നോട് സംസാരിച്ചോണ്ടിരുന്ന ആളിനോട് സംസാരിക്കാൻ വന്നപ്പോ എന്നെ കണ്ടു കേട്ടോ. എന്നെ കണ്ടിട്ട് എന്താ പറയുന്നത്, ഷോക്ക് അടിച്ച പോലെ അവിടെ നിന്ന് അയ്യോ എന്ന് പറഞ്ഞ അങ്ങനെ നിന്ന് വന്നു. ഒന്ന് തൊട്ടോട്ടെ, ഭയങ്കര സന്തോഷമായിരുന്നു. തൊട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചത് കേട്ടപ്പോണല്ലോ എനിക്കങ്ങ് ഭയങ്കര എന്താണ്, ഞാനങ്ങ് എയറിലായി പോയി. ഇപ്പോഴത്തെ ഒരു വീടില്ലേ, എയറിലായി പോവാൻ, അങ്ങനെ അങ്ങ് ആയിപ്പോയി കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ പുള്ളിക്കാരി മോളെയും കൊണ്ട് വന്നതാണ്. മോളെയല്ല, മോനെയും കൊണ്ട് കേട്ടോ. അപ്പം മോനും +2 കഴിഞ്ഞു. അപ്പം അവർ ഹോസ്പിറ്റലിലെങ്ങാണ്ട് വന്നതാ. അപ്പം മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. അവിടെ ഷോപ്പിലോട്ട് വന്നതുമല്ല, പരിചയമുള്ള ആളെ കണ്ടുകൊണ്ട് വന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് മെഡിസിനൊക്കെ മേടിച്ചോണ്ട് പോയി. പിന്നെ കുറേ ഒത്തിരി സ്നേഹത്തോടെ സംസാരിച്ചിട്ടു കേട്ടോ. ഷീനയെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. വേറെ എന്തോ ആണ് പേര്. അപ്പം എളുപ്പത്തിന് ഷീനയെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പത്തനംതിട്ടയിൽ തന്നെ ഉള്ള ആളാട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു. മെഴുകുതിരി, നമുക്ക് സന്ധ്യയ്ക്ക് തിരി കത്തിക്കാൻ മെഴുകുതിരി തീർന്നിരിക്കുകയാണ്, അത് വാങ്ങിച്ചു. പിന്നെ മുട്ട, നാടൻ മുട്ട അവിടെ കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് ചിട്ടിപ്പൈസ മേടിക്കുക ഒരു പുള്ളിക്കാരിവില്. അവിടെ നിന്നാണ് നമ്മളിപ്പം മുട്ട മേടിക്കുന്നത്, നാടൻ മുട്ട മേടിക്കുന്നത്. അപ്പോൾ ഇന്ന് അവിടുന്ന് കൊണ്ടുവന്നു. അപ്പൊ അജിയെണ്ണം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 5 എണ്ണം എടുത്തോണ്ട് വന്നു. ഇപ്പൊ ഇനി ഇവിടെ കുറേശ്ശെ മതിയല്ലോ, മോനുകൂട്ടനല്ലേ ഉള്ളൂ. അപ്പൊ 5 എണ്ണം എടുത്തോണ്ട് പോരുന്നു, ബാക്കി 5 എണ്ണം കൊടുത്തു. ഇനിയിപ്പം നാളെ പറഞ്ഞാൽ നാളെ വേണേ കൊണ്ടുവരും. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങള്. ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ കഴിഞ്ഞ നമ്മുടെ മുത്തിനെ കൊണ്ടുവിടുന്ന വീഡിയോയുടെ ഒക്കെ താഴെ വരുന്ന കമന്റ് എല്ലാം ഞാൻ വായിച്ചു കേട്ടോ. കുറേ പേര് അവിടെയൊക്കെ ഉള്ളവരുണ്ട്, അവിടെ പരിചയമുള്ളവരുണ്ട്, ആ സ്ഥലത്ത് താമസിക്കുന്നവരുണ്ട്. എല്ലാവരും വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാം ഒരു കണ്ണ് അവന്റെ മേലുണ്ടാവുമല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ ഇന്ന് അടുക്കളയില് സത്യത്തിൽ രാവിലെ ചോറ് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ഓർമ്മക്കുറവ് എത്രമാത്രമാണെന്ന് ഞാൻ എന്റെ പ്രിയങ്ങളോട് പറയുവാട്ടോ. നിങ്ങളോട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമല്ല, നിങ്ങൾ വിചാരിക്കും ഞാൻ മൈൻഡ് ചെയ്യാത്തതാണ്. നിങ്ങളുടെ കമന്റിന് അല്ലെ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാത്തതല്ല, നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലെ വന്ന് കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെ ഞാൻ മറന്നു പോകുന്നത് ഒക്കെ എന്റെ ഓർമ്മക്കുറവ് തന്നെയാണ്. രാവിലെ അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ചോറ് വെക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഈ റൈസ് കുക്കറിന്റെ അതങ്ങ് തിളപ്പിച്ച് വെക്കാം, പാടുപെടണ്ടാലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മ പറയുന്നത് വൈകിട്ട് കഞ്ഞി ആക്കിയാലോ എന്ന്. അപ്പൊ മീൻകറിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വൈകിട്ട് ചോറങ്ങാക്കാം, എനിക്ക് കഞ്ഞി വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നെ വിചാരിച്ചു. അന്നേരം അമ്മ പറഞ്ഞു എന്നാ ഇച്ചിരി റൈസ് കുക്കറിനകത്ത് ചോറ് വെച്ചു എന്ന് പറഞ്ഞു. ഞാന് വെള്ളം റൈസ് കുക്കറിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് ഇവിടോട്ട് വെച്ചു. വെള്ളം ഗ്യാസിൽ വെച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് മോനുകുട്ടന്റെ യൂണിഫോം തേക്കാൻ ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ വെള്ളം തിളച്ചു. ഞാനതങ്ങ് ഓഫ് ചെയ്തു, യൂണിഫോം ഒക്കെ തേച്ചു, ആളെ സ്കൂളിൽ വിട്ടു. ഞാനും ഒരുങ്ങി കെട്ടി അങ്ങ് പോയി, ചോറ് വെച്ചില്ല. വെള്ളം ഗ്യാസ് തിളച്ചത് ഓഫ് ചെയ്തായിരുന്നു, അത്രയും ഒരു പുണ്യം ചെയ്തു.
അപ്പൊ ഇനിയിപ്പോ ഞാൻ കുക്കറിനകത്തിട്ട് ഇച്ചിരി ചോറ് വെക്കാന്ന് കണ്ടോണ്ടിരിക്കുക. അങ്ങനെ വെള്ളം തിളപ്പിച്ച് വെച്ചേച്ച് ഞാൻ പോയി. അത്രക്കാണ് എന്റെ പ്രിയങ്ങളെ. എന്റെ ഓർമ്മ എന്തും വേണ്ടി മോശമാണെന്ന് ഓർത്തോളം. അപ്പൊ ഇതൊക്കെ എന്റെ പ്രശ്നങ്ങളാണ്, എന്റെ പോരായ്മകളാണ്. അത് മനസ്സിലാക്കി എന്നോട് പെരുമാറണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ചോറ് വെക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചിരി കുക്കറിനകത്തോട്ട് വെച്ചിട്ട് മോനുകുട്ടിനെ പോയി വിളിക്കാന്ന് ഓർത്തിട്ട്. മോനുകുട്ടിന് വരാൻ സമയമാവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അതാവുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള്. അടുക്കളയിൽ വലിയ പണികളൊന്നുമില്ല, ചോറ് വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അമ്മയുടെ അടുത്തോട്ട് കയറിയപ്പോൾ അവിടെ അടച്ചിട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു അമ്മ കുളിക്കുമായിരിക്കും. ഞാൻ ഒന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോരുന്നു കേട്ടോ. ഇനിയിപ്പോ മോനുകുട്ടനെയും വിളിച്ചോണ്ട് വന്നിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ മോൻമുത്തിനെ കാണിച്ചായിരുന്നു. ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കും കാണാൻ വേണ്ടിയിട്ട്. ആർക്കും മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഇന്നലെ ക്ലാസ് തുടങ്ങി. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് വിളിച്ചു, പിന്നെ ഞാൻ വിളിച്ചില്ല. 2-3 വട്ടം വിളിച്ചു. അപ്പം ഫുഡ് കഴിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. അവരെന്തോ ഉണ്ടാക്കി കഴിക്കാൻ പോവായിരുന്നു. പിന്നെ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകാനൊക്കെ പോവാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇനിയിപ്പോ നമുക്ക് പോയിട്ട് ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വിളിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോ ഞാന് നോക്കട്ടെ, ഇച്ചിരി അരിപ്പലിടട്ടെ ആദ്യം. പിന്നെ വെള്ളേരി ഇടാം. കുത്തരി ചിലപ്പോ നമുക്ക് പണി തരുന്നതുകൊണ്ട് വെള്ളേരി തന്നെ ഇടാം കേട്ടോ. നാളെ ഇനി ചോറ് വെക്കണം. നമുക്ക് ഇനി നാളത്തേക്കൂടുള്ള വെക്കാം. 1.5 ഗ്ലാസ് അരി അങ്ങോട്ട് ഇട്ടിട്ട് ഞാനൊന്ന് കുളിച്ച് ജപിച്ച് അപ്പോഴത്തേക്ക് ഇതാവും. അപ്പൊ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് മോൻകുട്ടിനെ വിളിക്കാൻ പോകാം. ഇങ്ങനെയൊക്കെ മറവിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്കകത്ത് കമന്റ് ഇടാൻ കേട്ടോ. എനിക്കൊരു കൂട്ടാണല്ലോ. എനിക്ക് ചോറ് വെക്കാൻ മറക്കുന്നത് അമ്മമാരുണ്ടോ? അയ്യോ, അമ്മ ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് അരി വെച്ച് ചോറ് വെച്ചു. ഞാൻ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ചോറ് വെച്ചില്ല, വെള്ളം തിളപ്പിച്ചു, അരി ഇട്ടില്ല. തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു വെക്കാം. കുക്കർ ഞാൻ അലുമിനിയത്തിന്റെ കുക്കർ മാറി മേടിച്ചാട്ടെ, സ്റ്റീലിന്റെ കുക്കർ. അത് എല്ലാവരും കുറച്ച് പേര് എന്നോട് പറഞ്ഞായിരുന്നു കുക്കർ മാറ്റാൻ സമയമായതൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു, മാറ്റാനുള്ള ഒരു ഇതില്ലാഞ്ഞോണ്ട് അങ്ങനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പം ഒരു ദിവസം അതിന്റെ പണിമുടക്കായി. അപ്പൊ പിന്നെ ഇനി അത് വെച്ചോണ്ടിരുന്നാല് അവിടെ കുക്കർ പൊട്ടിത്തെറിച്ച കാര്യമൊക്കെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. കുറെ നാളുകൊണ്ട് അതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്, വെറുതെ എന്തിനാ ആപത്ത് വലിച്ചു വെക്കുന്നതെന്ന് ഓർത്തോണ്ട് പിന്നെ അത് കൊണ്ടുപോയി ചേഞ്ച് ചെയ്ത് സ്റ്റീലിന്റെ കുക്കർ വാങ്ങിച്ചു. ഭയങ്കര വിലയാട്ടോ. ഇനി ഒരു 5 ലിറ്ററിന്റെ ഒരു അലുമിനിയം കുക്കർ കൂടി ഉണ്ട്. അത് എപ്പോഴേലും സൗകര്യം ഒക്കുമ്പോ നമുക്ക് സ്റ്റീലാക്കണം. അപ്പോ ഈ ഞങ്ങൾ പോയിട്ട് വന്നപ്പോ മുതൽ ഈ ബർണർ കത്തുന്നതിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ചെറിയ ഫ്ലെയിമാണ്. ഇതാണ് ഇതിനകത്തെ വലിയ ഫ്ലെയിം കത്തേണ്ടത്. പക്ഷെ ഇതിപ്പോ അങ്ങ് ഇതായിപ്പോ എന്തേലും അതിനകത്ത് ഇനി എന്തേലും പൊടി വല്ലതും കയറി ഇരിക്കുവാണോ അറിയത്തില്ല. ഇത് ചെറുതായിപ്പോയി. അപ്പം ഇത് കൂക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. കുക്കർ വിസിലടിച്ചില്ല. 5 മുട്ട. നമുക്ക് തിണ്ണയൊക്കെ തൂത്തുവാരി വിളക്ക് കത്തിച്ചിട്ട്, വിളക്കല്ല മെഴുകുതിരി കത്തിച്ചിട്ട് മോനുകുട്ടിനെ വിളിക്കാൻ പോട്ടെ. ഇനി നമുക്ക് മോനുകുട്ടിനെ വിളിക്കാൻ പോയാലോ? 6:30 ആയി. അപ്പൊ ഇനി മോനുകുട്ടിനെ വിളിച്ചോണ്ട് വരാം കേട്ടോ.
പിന്നെ അങ്ങ് ഇരുട്ടിയാൽ പിന്നെ ശരിയാവത്തില്ല. അടുത്ത് തന്നെ വേണമെങ്കിൽ നടന്നു പോകാവുന്നതേ ഉള്ളൂ, പക്ഷെ വേണ്ട. എനിക്ക് ഇവിടെ എല്ലാം കുറേ പട്ടികളുണ്ട്, അതെനിക്ക് പേടിയാണ്. അതുകൊണ്ട് നമുക്ക് 2 വീലറെ പോയി മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വരാം. കുക്കർ വിസിലടിക്കുന്നു, നമുക്ക് നോക്കാം, ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരാം. മോനിക്കുട്ടൻ്റെ ട്യൂഷൻ ഫീസാട്ടോ, കൊടുത്തേക്കാം. അമ്മമ്മയും വിളിച്ചോണ്ട് വരുന്നുണ്ട് ഒരാള്. അമ്മമ്മയുടെ താലാണയാ കയ്യിലിരിക്കുന്ന കേട്ടോ. എന്തുവാടാ അതെല്ലാം? ഇതാ പിന്നെ ഇല്ല ഇല്ല, തീർന്നു. അപ്പം ഇരിപ്പുണ്ടല്ലോ. ആ നോക്കിയില്ല, നോക്കണം. മുത്തനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അയ്യോ, കുഞ്ഞുവാവ കിടക്കുവായിരുന്നു. കുഞ്ഞുവാവേ കഴിച്ചോ? 9 മണി ആയല്ലോ. മോനിക്കുട്ടോ, ഏടാ അച്ഛൻ വിളിക്കുന്നു. വരുന്നു. നിന്റെ മുഖം കാണില്ലേ? നിന്റെ മുഖം കാണുന്നില്ലെന്ന്. ഇപ്പൊ ബസ് കയറ്റി വിട്ടേക്കാം. അമ്മമ്മോ, ഏട്ടാ വിളിക്കുന്ന അമ്മമ്മേ. അമ്മമ്മേ വിളിക്കുന്നേ. നിന്നെ പറയുന്ന അമ്മ അച്ചാത്തനടുക്ക പോയിരിക്കാൻ. അപ്പുവിനെ ഒന്ന് കാണിക്കാൻ. അപ്പു ആരാ അടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവരെയൊക്കെ ഒന്ന് കാണിക്കാൻ. ഇത് നിഷാദ്. അതുകൊണ്ട് അപ്പു ബൈബിള് വായിച്ചിട്ടേ കിടക്കാവുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കണോ? ഇനിയോ? നീ എന്തോ കഴിക്കുന്നേ? യൂണിഫോമിന്റെ മെസ്സേജ് ഇട്ടേക്കുന്നുണ്ടല്ലോ കോളേജിന്റെ. അല്ല, ഇനി അത് തീരുന്നിടം വരെ അവിടെ കുത്തിപ്പിടിച്ചിരുന്നേച്ച് പറയണം എനിക്ക് യൂണിഫോം കിട്ടിയില്ലെന്ന്. വേറൊന്നുമില്ല, ഞാൻ കഴിക്കാൻ പോവും. കഴിക്കാൻ പോകുന്നതിന് മുമ്പേ അങ്ങ് വിളിച്ചേക്കാന്ന് ഓർത്ത്. ശരി എന്നാ, ഗുഡ് നൈറ്റ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പറയും നിന്നെ ഒന്ന് ഇടയ്ക്ക് കാണിക്കണോന്നേ. അവരോടൊരു ഹായ് പറഞ്ഞേക്ക്. എല്ലാവർക്കും ഹായ് പറയടാ. നമുക്ക് പാചകമൊന്നുമില്ല, അതുകൊണ്ട് വലിയ വലിയ വിശേഷങ്ങളൊന്നും പറയാനില്ലായിരുന്നത് കൊണ്ടാട്ടോ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയി പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി അത്താഴം കഴിക്കാം കേട്ടോ. ഇവിടെ ഇന്നലത്തെ കറികളൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല.
അപ്പം മോനുകുട്ടന് രാവിലെ ഇന്നിവിടെ അപ്പവും കടലക്കറിയായിരുന്നു കേട്ടോ, കുഞ്ഞനപ്പവും കടലക്കറിയായിരുന്നു. അപ്പൊ അവൻ അത് എടുത്തോണ്ട് പോയി കഴിക്കുവാണ്. ഞാൻ ഇച്ചിരി ചോറുണ്ടാൻ പോവാണ്. അമ്മയ്ക്ക് ഇന്ന് വെള്ളിയാഴ്ച നോയമ്പ, അതുകൊണ്ട് അമ്മ ചോറിന് മീൻകറി ഒന്നും കൂട്ടത്തില്ലല്ലോ. അപ്പൊ ഇനി എന്താണ് കഴിക്കുന്നതെന്ന് അറിയത്തില്ല, നോക്കാം. അല്ലെങ്കിൽ പിന്നെ ചമ്മന്തിപ്പൊടി മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്, നോക്കാം. അപ്പൊ നമുക്ക് അത്താഴം വിളമ്പിയാലോ. ബാംഗ്ലൂർ ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ട്. അതും പ്രത്യേകിച്ച് മുത്ത് താമസിക്കുന്ന ഏരിയയിലൊക്കെ ഉണ്ടെന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷവും സമാധാനവും ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാശ്വാസം. പിന്നെ കുറച്ച് പേര് വളരെ കുറച്ച് പേര് ചോദിച്ചു എന്തിനാണ് ദൂരെ വിട്ട് പഠിപ്പിക്കുന്നത്, നാട്ടിൽ പഠിപ്പിച്ചുകൂടായിരുന്നു എന്നൊക്കെ കേട്ടോ. ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ ദൂരെയുള്ള കോളേജുകൾ അല്ലെങ്കിൽ പുറത്തുള്ള കോളേജുകളൊക്കെ എന്തിനാണോ സെലക്ട് ചെയ്യുന്നത്, എന്തുദ്ദേശത്തിലാണോ നമ്മൾ കോളേജുകൾ സെലക്ട് ചെയ്യുന്നത്, ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് മുത്തിനെയും ഞാൻ അവിടേക്ക് വിടുന്നത് കേട്ടോ. അല്ലാതെ അവനെ ഒരിക്കലും ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി പറിച്ച് നടണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല. അപ്പോൾ നമുക്ക് അത്താഴം വിളമ്പാം. അമ്മ ചോറും ചമ്മന്തിപ്പൊടിയും കഴിക്കും കേട്ടോ. അമ്മയ്ക്ക് വെള്ളിയാഴ്ച നോയമ്പ. എങ്ങനെ പാട്ട്? താമരക്കണ്ണൂറങ്ങേണം കണ്ണും പൂട്ടി. മോനുകുട്ടന് താരാട്ട് പാടിയാല് കണ്ണും പൂട്ടി ഉറങ്ങുക എന്നുള്ള ഒരു വാക്ക്, ആ വാക്ക് കേൾക്കുമ്പോ മോനുകുട്ടന് ഭയങ്കര ദേഷ്യമാ. ശീലാവ്. കുടിക്കാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് അത്താഴം വിളമ്പാം കേട്ടോ. ചോറ് വിളമ്പാം. ചോറ് ചക്കക്കുരു മെഴുക്കുവരട്ടി കേട്ടോ. മോനുകുട്ടന് വേണോ? ഇത് ഞാൻ കൂട്ടുക കേട്ടോ. ശീലാവ് തന്നെയാ വറുത്തതും. മീൻകറി എടുത്തു. ആ നിറയ്ക്കാൻ വരും. മീൻ വറുത്തത് കേട്ടോ. ഞാൻ ഇച്ചിരി മോരുകറിയും കൂടെ എടുക്കട്ടെ. അപ്പം ഞാൻ മോരുകറി ഒഴിച്ചു, ചമ്മന്തിപ്പൊടി എടുത്തു. നമ്മുടെ അത്താഴം ഇന്നത്തേത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തന്ന എല്ലാ സന്തോഷങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പ്രിയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ദുരിതം അനുഭവിക്കുന്ന സകലരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരെയും ഓർക്കുന്നു കേട്ടോ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അവർക്ക് പലരായിട്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സുമനസ്സുകൾ ചെയ്യുന്ന സഹായ സന്നദ്ധതകളെല്ലാം തന്നെ അവരിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ, ഓക്കെ, ബായ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.